ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വെള്ളിയാഴ്ച എത്തുകയാണ്, പുതിയ കുറേ റിലീസുകൾ എത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന പല സിനിമകളും, മലയാള സിനിമകൾ പ്രത്യേകിച്ച് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചു. കുറച്ച് സിനിമകൾ ഈ ആഴ്ച റിലീസാവുന്നുണ്ട്. ആ സിനിമകളടക്കം ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകൾ, മലയാളം എന്നല്ല ഞാൻ പറയുന്നത്, മറ്റെല്ലാ ഭാഷകളിലും റിലീസാവുന്ന സിനിമകൾ. ബുക്ക് മൈ ഷോയിൽ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവൻ എടുത്തു വെച്ച് അതിൻ്റെ എല്ലാത്തിൻ്റെയും ട്രെയിലറുകൾ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ചില സിനിമകളൊക്കെ കാണേണ്ടതാണ്, കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിപ്പോൾ കേരളത്തിലല്ല ഈ പറയുന്ന സിനിമകളൊക്കെ റിലീസാവുന്ന ഏതെങ്കിലും സംസ്ഥാനത്താണുള്ളതെങ്കിൽ സിനിമകൾ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ OTT റിലീസിന് വേണ്ടിയിട്ട് ശക്തമായി ഞങ്ങൾക്ക് കാത്തിരിക്കാമല്ലോ. ഈ ആഴ്ചത്തെ റിലീസുകളുടെ ലിസ്റ്റ് എടുത്ത് ട്രെയിലറുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോമഡിയായി തോന്നിയ ചില സിനിമകളുടെ കാര്യം പറയുകയാണ്. ഒന്ന്, ലക്ഷ്മി റായ് നായികയാവുന്ന സിനിമയാണ്. അത് കേരളത്തിൽ റിലീസുണ്ട്. ശരിക്കും കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച മറ്റൊരു തമിഴ് സിനിമയുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം. പക്ഷേ ആ സിനിമയ്ക്ക് പകരം ഈ സിനിമയാണ് കേരളത്തിൽ റിലീസാവുന്നത്. നാന്താൻ ജാൻസി എന്നാണ് സിനിമയുടെ പേര്. ഇതിനകത്ത് ലക്ഷ്മി റായ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ആക്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി വളരെ ദേഷ്യത്തിൽ ഓടി വരുന്ന സീനൊക്കെ ഉണ്ട്. എനിക്കതിലെ പല രംഗങ്ങളും കണ്ടു കഴിഞ്ഞപ്പം അത്ര അങ്ങോട്ട് സുഖകരമായിട്ട് തോന്നിയില്ല. കാലങ്ങൾക്ക് മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തതുപോലെയൊക്കെ തോന്നിപ്പോയി. കാര്യം ഈ തരത്തിലുള്ള അവതരണവും കാര്യങ്ങളുമൊക്കെ ഒരുപക്ഷെ വാണി വിശ്വനാഥിൻ്റെയൊക്കെ അവർ ഒരു ആക്ഷൻ താരമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ചില ഷോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചിരി വന്നു. മറ്റൊരു ട്രെയിലർ, അത് നിങ്ങൾ കണ്ടു നോക്കൂട്ടോ. ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട് ട്രെയിലർ കാണാൻ പറയുകയാണ്. ഒരു ഗുജറാത്തി പടമാണ്. വീര നീ വിരാസത്ത് എന്നാണ് സിനിമയുടെ പേര്. ഒരു സീരിയൽ എന്നോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കളറാക്കി എന്നൊക്കെ പറയുന്നത് പോലത്തെ ആ ഒരു രീതിയിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. കണ്ടിരിക്കാൻ രസമായിരുന്നു. ഈ സിനിമ വരാൻ ഞാൻ കാത്തിരിക്കുന്നതെന്നല്ല, ട്രെയിലർ കാണാൻ നല്ല രസമുണ്ട്. എന്ന് നമുക്ക് തോന്നുന്ന ഒരു പക്ഷേ റോസ്റ്റിംഗ് ചാനലുകാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയൊക്കെയുള്ള, എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിലുള്ള ഫിലിം റോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ മറ്റു ഭാഷകളിലുള്ള സിനിമകൾ കൂടി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി എൻ്റർടൈനിങ് കോണ്ടൻറ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. പ്രത്യേകിച്ച് ഗുജറാത്തി ഭാഷയിലൊക്കെയുള്ള സിനിമകൾ അല്ലെങ്കിൽ മറാഠി ഭാഷയിലൊക്കെ ഇറങ്ങുന്ന ചില സിനിമകളുടെ ട്രെയിലറുകൾ കാണുമ്പോൾ എന്തുമാത്രം സാധ്യതകളാണ് അതിലുള്ളതെന്ന് തോന്നും. പിന്നെ തമിഴിൽ കുറച്ച് ഹൊറർ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. P2 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, പാർക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ രണ്ട് സിനിമകളുടെയും ട്രെയിലർ കണ്ടപ്പോൾ സിനിമ കാണാനുള്ള ആവേശമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഹൊറർ സിനിമകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അതിൻ്റെ കൂടെ കന്നഡയിൽ നിന്ന് കബന്ധ എന്ന് പറഞ്ഞൊരു സിനിമ കൂടി, അതും ഹൊറർ ഫാക്ടറുള്ള ഒരു സിനിമയാണ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ സിനിമ കാണണം എന്നൊരു ഫീൽ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയും സിനിമകൾ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിനിടയിൽ ജിയോ ബേബി പ്രസൻസ്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാക്കിയ, കാതൽ ഉണ്ടാക്കിയ ജിയോ ബേബി പ്രസൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ട്രെയിലർ ആരംഭിച്ചത്. അപ്പം ഞാൻ ഞെട്ടി, ജിയോ ബേബി കന്നഡയിലൊരു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തായാലും ട്രെയിലർ കണ്ടു നോക്കി. ഇത് എന്താ ലോക വയ്യ എന്നാണ് സിനിമയുടെ പേര്. ആ ട്രെയിലർ കണ്ടു തീർക്കാൻ എനിക്ക് വയ്യ എന്ന് തോന്നിപ്പോയി. നമ്മൾ ഈ മറ്റ് ഭാഷകളിലൊക്കെ, പ്രത്യേകിച്ച് മറാഠി, കന്നഡ ഭാഷകളിലൊക്കെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന പല സിനിമകളുടെയും ട്രെയിലർ കാണുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് തോന്നിയത്. അതിലുള്ള പല ഡയലോഗുകളും മലയാളത്തിലുള്ള എത്രയോ പഴയ സിനിമകളിൽ കേട്ട് പഴകിയിട്ടുള്ള ഡയലോഗുകളാണെന്ന് തോന്നി. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ട്രെയിലർ കട്ടിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ ഈ പറയുന്ന സിനിമകളിൽ ട്രെയിലർ കണ്ട് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല എന്ന് ഈ ആഴ്ച ഇറങ്ങുന്ന മലയാള സിനിമകളെക്കുറിച്ച് വരെ എനിക്ക് പറയാനുണ്ട്. അതൊരു പക്ഷേ ട്രെയിലർ കട്ടിൻ്റെയും കൂടി ആയിരിക്കും കേട്ടോ. സിനിമ ഒരു പക്ഷേ തിയേറ്ററിൽ കുറച്ചുകൂടി കണ്ടിരിക്കാൻ പറ്റുന്നൊരു രീതിയിലായിരിക്കും. പക്ഷേ ട്രെയിലർ കട്ട് ചെയ്ത് വന്നപ്പോൾ ആ ഒരു സുഖം ഫീൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇതും എനിക്ക് ട്രെയിലർ കട്ടിൻ്റെ ആണോ എന്നറിയില്ല. എനിക്ക് ജിയോ ബേബി പ്രസൻസ് ആദ്യം എഴുതി കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് ട്രെയിലർ കണ്ടപ്പോൾ പോയി. തെലുങ്കിൽ കമ്മിറ്റി കുരല്ലു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസാവാൻ തയ്യാറെടുക്കുന്നുണ്ട്. കുറച്ച് യങ്സ്റ്റേഴ്സൊക്കെയാണ് അവർ. ഒരു ഗ്രാമം, അവിടെ ഉത്സവമൊക്കെ ഉണ്ട്. അപ്പം പല മതവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളെല്ലാവരും കൂട്ടുകാരായിട്ട് മാറുന്നു. അവരുടെ ഒരു പാലമൊക്കെ ഉണ്ട്, ആ പാലത്തിലാണ് അവരുടെ സൗഹൃദം ഉള്ളത്. അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകളൊക്കെ കാണിച്ചതിന് ശേഷം ഇവർ വളർന്ന് വലുതായി വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തേക്ക് പോകുമ്പോൾ കമ്മ്യൂണിറ്റി വൈസൊക്കെയുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അതുപോലുള്ള കാര്യങ്ങളുണ്ടാകുന്നു. ചിലർ ഡ്രോപ്പ് ഔട്ട് ആകുന്നു, അതിൻ്റെ പേരിലുണ്ടാകുന്ന വഴക്കുകൾ, ഇതൊക്കെ കാണിച്ചു പോകുന്നു. അതിനോടൊപ്പം ഇവർ ഈ ഉത്സവം നടത്താനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് കാണണമെന്ന് തോന്നി. ഒരു വൻ സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നുമല്ല. കൊള്ളാമല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കണ്ടു നോക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി. കമ്മിറ്റി കുരല്ലു എന്ന് പറയുന്ന സിനിമ തെലുങ്ക് സിനിമയാണ്. ഇനി ലക്ഷ്മി റായ് അഭിനയിക്കുന്ന നാന്താൻ ജാൻസി സിനിമയേക്കാൾ ഒരു പക്ഷേ ഇവിടെ റിലീസായിരുന്നെങ്കിൽ എന്നെനിക്ക് ആഗ്രഹം തോന്നിയത് മിൻമിനി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറാണ്. August 9 റിലീസാവുന്നു എന്നാണ് ബുക്ക് മൈ ഷോയിൽ കാണിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇത് റിലീസ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. മിൻമിനി എന്ന് പറയുന്ന സിനിമ, അത് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് എസ്തർ അനിൽ, നമ്മുടെ
ദൃശ്യത്തിൽ ജോർജ് കുട്ടിയുടെ രണ്ടാമത്തെ മകൾ, പുള്ളിക്കാരി നായികയായിട്ട് വരുന്നു എന്നുള്ളതാണ്. വിഷ്വൽ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഹിമാലയം എന്ന് പറയുന്നത്. അവിടെ പോവുക, അതിൻ്റെ വിഷ്വൽസ് കാണാൻ. ഹിമാലയത്തിൻ്റെ എലമെൻറ്റുകൾ വരുന്ന പുസ്തകങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങാൻ എനിക്കൊരു പ്രത്യേക ത്വര വരാറുണ്ട്. ഹിമാലയം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എവിടെയോ ഒരു സൗഹൃദത്തിൻ്റെ എലമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് മ്യൂസിക് വൈസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മ്യൂസിക് ആരാണ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ ഖദീജ റഹ്മാൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി AR റഹ്മാൻ്റെ മകളാണ്. ഹലിത ഷമീമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അവരുടെ സില്ല് കറുപ്പാട്ടി, ഏലൈ തുടങ്ങിയിട്ടുള്ള സിനിമകൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളുടെ കൂട്ടത്തിലാണ് പെടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തിന് ഏറ്റവും രസമായിട്ട് ഹൃദയത്തിൽ കൊള്ളുന്നത് പോലെ എടുത്തു വെക്കാൻ കഴിവുള്ള ഒരു സംവിധായികയാണ്. അവരുടെ സിനിമയാണ് മിന്നിനി എന്നുള്ളത്. പിന്നെ മ്യൂസിക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ആ ട്രെയിലർ കാണുമ്പോൾ ഈ സിനിമ ഒന്ന് കൊള്ളാം, ഇതൊരു കൊച്ചു ക്യൂട്ട് പടം എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ പോയി ആഘോഷമാക്കാനോ വൺ സെലിബ്രേറ്റഡ് ഇതൊരു വലിയ 100 കോടി നേടാൻ പോകുന്ന സിനിമ എന്നുള്ള രീതിയിലൊന്നുമല്ല. എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് കാണണം എന്നുള്ളൊരു ഫീല് ട്രെയിലറിൽ നിന്ന് കിട്ടിയതാണ്. ഇനി നമ്മൾ മലയാള സിനിമകളിലേക്ക് വരികയാണ്. ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ സംവിധായകൻ്റെ പേരില്ലാത്ത, അല്ലെങ്കിൽ പേരിൻ്റെ സ്ഥാനത്ത് ഒരു വഴിപോക്കൻ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു സിനിമ റിലീസിന് വരുന്നുണ്ട്. ഓർമ്മചിത്രം എന്നാണ് സിനിമയുടെ പേര്. ഒരുപാട് ആളുകളുടെ ഒരുപാട് പഴയ ചില ഓർമ്മകളൊക്കെ പൊടി തട്ടിയെടുക്കാൻ സഹായിക്കും എന്നാണ് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഒരു 80കളിലെ കുട്ടിക്കാലത്തിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടല്ലോ, മാവിന്ന് കല്ലെറിഞ്ഞ് അതും പറിച്ചെടുത്ത് വീട്ടിലേക്ക് സ്കൂൾ വിട്ടൊക്കെ പോകുന്ന കുട്ടികൾ, മഞ്ചാടിക്കുരു വെച്ചുള്ള പ്രണയം, മറ്റേ കലിങ്കിൻ്റെ മുകളിലിരുന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളെ വായി നോക്കുന്ന എന്നൊക്കെ പറയുന്ന 90s തുടക്കത്തിലെ സിനിമകളിലൊക്കെ ഏകദേശം കണ്ട് അവസാനിപ്പിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് ട്രെയിലറിൽ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കുറച്ച് രാഷ്ട്രീയ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. ഒരാളെ രാജ്യദ്രോഹിയാക്കി മാറ്റുന്ന കാര്യമൊക്കെ ഉണ്ട്. ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ നെഞ്ചത്ത് രാജ്യദ്രോഹി എന്നൊക്കെ ഇങ്ങനെ കുറിച്ചിട്ട് രക്തമൊക്കെ പൊടിയുന്ന പുണൂലൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു വിഷ്വലൊക്കെ കാണിച്ചിട്ടാണ് ട്രെയിലർ അവസാനിക്കുന്നത്. സത്യസന്ധമായി ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമ അങ്ങനെ ഒരു മസ്റ്റ് വാച്ചായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ ഏറ്റവും അവസാനമായിട്ട് ഞാൻ കാണാൻ സാധ്യതയുള്ള സിനിമകളിൽ ഒന്നാണത്. അതുപോലെ സിക്കാഡ എന്ന് പറയുന്ന ഒരു സിനിമ കൂടി റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. കുറച്ച് ത്രില്ലിംഗ് പരിപാടികളൊക്കെ, ഒരു അന്വേഷണാത്മക സ്വഭാവത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ടെന്ന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതും ഈ പറയുന്ന ഓർമ്മചിത്രം പോലെ തന്നെ അവസാനത്തേക്ക് കാണാൻ വെക്കുന്ന സിനിമകളുടെ കൂട്ടത്തിലാണ് സിക്കാഡ വരുന്നത്. ചെക്ക്മേറ്റ് എന്ന് പറയുന്നൊരു സിനിമ വരുന്നുണ്ട്. അനൂപ് മേനോൻ, ലാൽ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഈ അനൂപ് മേനോൻ സിനിമകളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു ലൈനിലുള്ള ഡയലോഗ് ഡെലിവറി പരിപാടികൾ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ട്രെയിലറിൽ ഫാർമ കമ്പനികളുടെ കുറച്ച് ക്രൈം അതുപോലെയുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്. ഒന്ന് കണ്ടു നോക്കണം എന്നൊരു തോന്നൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിക്കുന്ന സൂപ്പർ സിന്ദഗി, ഞാനിതിൻ്റെ പേര് ട്രെയിലർ കണ്ടുകൊണ്ടിരുന്നപ്പം നോട്ട് ചെയ്യാൻ നേരത്തെ ഡിയർ സിന്ദഗി എന്നാണ് എഴുതിയത്. എന്തായാലും സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു നോക്കി. അത് ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്ന, മേലനങ്ങി ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ് ധ്യാൻ ഈ സിനിമയിലുള്ളതെന്ന് ട്രെയിലറിലെ പുള്ളി പത്രമൊക്കെ കാലുകൊണ്ട്, അതായത് കുനിഞ്ഞെടുക്കാൻ പോലും മടിയുള്ള അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പിലൂടെ പെട്ടെന്ന് പൈസക്കാരനാവാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ആൻഡ് ഇവർ ബാംഗ്ലൂർ എത്തുകയാണ് ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട്. അവിടെ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കുറച്ച് രസകരമായ രീതിയിൽ പറയാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് സുരേഷ് കൃഷ്ണയിലും മുകേഷിലുമുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ട് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണും. പിന്നെ അതിൻ്റെ ട്രെയിലർ കട്ട്, മ്യൂസിക് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സൂരജ് എസ് കുറുപ്പിൻ്റെ മ്യൂസിക്കാണ്. സംഭവം അത്യാവശ്യം രസകരമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു സിനിമ മകുടി എന്ന് പറയുന്നൊരു സിനിമയാണ്. മകുടി എന്ന് കേട്ടപ്പോഴേ ഞാനിത് പ്രതീക്ഷിക്കണമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ട്രെയിലർ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യം കാണാത്ത കുറച്ച് കാര്യങ്ങൾ ട്രെയിലറിൻ്റെ അവസാനത്തേക്ക് വന്നിട്ടുണ്ട്. അത് ആനക്കൊണ്ട പാമ്പുകളാണ്. ആനക്കൊണ്ടയാണോ അതോ വേറെ ഏതെങ്കിലും പാമ്പുകളെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു ശില്പി, മുനിയുടെ മകൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ ആ ഒരു ലൈനിലാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ലായിരുന്നു. പല ഭാഷകൾ നമുക്ക് ട്രെയിലർ കേൾക്കാൻ പറ്റും. പക്ഷേ ട്രെയിലറിൽ എന്നെ ഹഠാത് ആകർഷിച്ചത് ആ വലിയ പാമ്പുകളായിരുന്നു. മോശമാക്കിയിട്ടുണ്ട്, തല്ലിപ്പൊളിയാണ്, സഹിക്കാൻ പറ്റില്ല എന്നൊന്നും അല്ല. ഒരു കളിയാക്കൽ ആംഗിളിലല്ല ഞാൻ പറയുന്നത്. ആ പാമ്പുകളുടെ പരിപാടിയൊക്കെ ഉണ്ട്. അത് മകുടി എന്നുള്ള പേര് ഒക്കെ ചേർത്തിട്ട് അതെന്തായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാന്ന് അറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സിക്കാഡയും ഓർമ്മചിത്രവും ഒക്കെ പോലെ ഈ വെള്ളിയാഴ്ചയിൽ എൻ്റെ അവസാന വാച്ചിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള സിനിമകളിൽ ഒന്നാണ് മകുടി. ഇനി അടുത്തത്, അതാണ് ഈ ആഴ്ച ഇറങ്ങുന്ന സിനിമകളിൽ ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ അഡിയോസ് അമീഗോ എന്ന് പറയുന്ന സിനിമയാണ്. സുരാജ് വെഞ്ഞാറമ്മൂടും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഒരു രസമുണ്ട്, ഒരു എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട്. ഒരു വിഭാഗം ആളുകൾ അതിദാരിദ്ര്യത്തിൽ, കടം വാങ്ങലിൽ കഷ്ടപ്പെട്ട് നിൽക്കും. അതേസമയം വേറെ കുറച്ച് ആളുകൾ ഇല്ലാത്ത സമ്പത്ത് ഉണ്ടെന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്നത് പോലെ എന്നെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് കുറച്ച് തട്ടിപ്പ് പരിപാടികൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമ ആയിരിക്കാം എന്ന
പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ആഴ്ച ഞാൻ ആദ്യം കാണാൻ ബുക്ക് ചെയ്തിട്ടുള്ള സിനിമയും അഡിയോസ് അമീഗോ ആണ്. ഇത്രയാണ് ഈ ആഴ്ച ഇറങ്ങുന്ന സിനിമകൾ എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നിയ സിനിമകൾ. നിങ്ങൾ ഈ ആഴ്ച കാണാൻ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു സഹായമായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.